പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലുള്ള വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് DGPക്ക് പരാതി കൊടുക്കും. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന പേരിലാണ് വെബ്സൈറ്റ് ഉള്ളത്. ഗൂഗിളിൽ തിരഞ്ഞാൽ ആദ്യം എത്തുന്നത് ഈ വെബ്സൈറ്റിലാണ്. വെബ്സൈറ്റ് വഴി SSLC +2 വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്നും കണ്ടെത്തലുണ്ട്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചാണ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. ഗോപാൽ ഷീല സനൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ, എന്താണ് വിശദാംശം? നിഷാദ്, കഴിഞ്ഞ 8 വർഷമായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 2017 മുതൽ ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കോഴ്സുകൾ നടത്തുകയും അതിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് നൽകുകയുമാണ് ഈ വെബ്സൈറ്റ് വഴി ചെയ്യുന്നത്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന പേരിൽ കേരള സർക്കാരിന്റെ അതേ പേരും അതേ രൂപസാദൃശ്യവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വെബ്സൈറ്റ് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വീണ്ടും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരാൾ അവിടെ തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ ജോലിക്ക് വേണ്ടി ഹാജരാക്കി. SSLC +2 സർട്ടിഫിക്കറ്റുകൾ ഇത്തരത്തിൽ വെരിഫിക്കേഷന് വേണ്ടി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അയച്ചപ്പോഴാണ് ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 3 വർഷമായി 10-ലേറെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ കേരള സർക്കാരിന്റേതായി വരുന്നുണ്ട്. ഇത് പരിശോധിച്ചതോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ നിയമ നടപടികളായി മുന്നോട്ട് പോകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ ഈ വെബ്സൈറ്റ് അടച്ചുപൂർവ്വമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് പോലീസിന് പരാതി നൽകിയിരുന്നു. വീണ്ടും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഴയ പരാതികൾ പ്രകാരം നിലവിലുള്ള വെബ്സൈറ്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഡൊമൈൻ രജിസ്ട്രേഷൻ കമ്പനിയോട് ആവശ്യപ്പെടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്.